സുഹൃത്തുക്കളെ നമ്മളെ ഓൺ ഓഫർ റബ്ബുൽ ലെവൽ ഓഫർ എല്ലാ പൊട്ടിത്തെറിച്ച ഓഫറുകളും എന്താണ് തൽക്കാലം നിർത്തി വെച്ചുകൊണ്ട് അടുത്തൊരു പുതുമുത്തൻ ഓഫർ ആയിട്ടാണ് നമ്മൾ പിന്നെയും വന്നിട്ടുള്ളത് അല്ലെ. വീണ്ടും നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് ഒമ്നിയായിട്ട് ഓഫർ ആയിട്ട് വന്ന് സിംഗിൾ ഓണർഷിപ്പിൽ എത്രാമത്തെ മോഡലാ? 2011 മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ വണ്ടി വന്നിട്ടില്ല. ഇല്ല, അതാണ് മക്കളെ നല്ല ആകെ 1 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 1 ലക്ഷം അതിലെന്തെങ്കിലും പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൽ നമുക്ക് എന്തായാലും ചെറുതായിട്ട് പൊട്ടിച്ചും കൊടുക്കാം. അപ്പൊ 1 ലക്ഷം റുപ്യക്ക് നിങ്ങൾ ഇത്ര ഒരു സിംഗിൾ ഓണർഷിപ്പിൽ 2011 മോഡൽ വണ്ടി ഒമ്നി അല്ല ബിസിനസ് ആവശ്യത്തിന് കാറ്ററിംഗ് ആവശ്യത്തിനോ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനോ എന്തിനും പറ്റിയ നല്ല എന്തിനും അന്വേഷിച്ചമായിട്ടുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് അല്ലെ. കാണിച്ചു കൊടുക്കാൻ നല്ല അടിപൊളി വണ്ടി തന്നെയാണ് മക്കളെ. വണ്ടി കേട്ടോ. എങ്ങനെ ഫൈവ് സീറ്ററാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂൾ ആവശ്യത്തിനാണെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ് മാറ്റാം. അപ്പൊ അടുത്ത വണ്ടിക്ക് നമുക്ക് പോയേക്കാം. നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. അടുത്ത 2009 സാൻഡ്രോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മുന്തിരി സാൻഡ്രോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 2030 വരെ പേപ്പർ ഉണ്ടാവും. അതേപോലെ വണ്ടി ഓടിയിൽ 1,60,000 കിലോമീറ്റർ ആണ്. അല്ല 1,26,000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത്. ടൂഡോർ പവറിന്റെ വരുന്നുണ്ട്. നല്ല റെഡ് കളർ നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് ലോൺ ഡൗൺ പേയ്മെന്റിൽ എത്ര ഇറങ്ങാം? ഡൗൺ പേയ്മെന്റ് കിട്ടുമോ? ഇത് നമുക്ക് ലോൺ കിട്ടൂല. ഇത് 1,30,000 നമ്മൾ ചോദിക്കണേ. റെഡി ക്യാഷ് നമുക്ക് ഓഫർ പ്രൈസ് 1,18,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 18 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,18,000 ഈ വണ്ടി നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം. റെഡി ക്യാഷിൽ ഇറങ്ങുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വർക്കിംഗ് സൗണ്ട് ഒക്കെ പക്കാ വർക്കിംഗ് സൗണ്ട് ആണ്. ഒറിജിനാലിറ്റി പറഞ്ഞിട്ട് ഡോറിനൊക്കെ വരിക. ഡോർ അടക്കുമ്പോൾ സൗണ്ട് ഒക്കെ ഞാൻ കാണിച്ചു. ഈ സൗണ്ട് കമ്പനി സൗണ്ട് എന്താ? ആ ഡോർ 4 ഡോറിനും അതേപോലെ ഈ ഫ്രണ്ട് ബോണത്തിനും ബാക്ക് ഡിക്കിക്കും വരുന്നുണ്ട്. അപ്പൊ അടുത്ത് 2015 മോഡല് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് അതായത് ഡീസൽ പെട്രോൾ? അത് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി എല്ലാരും ഒറ്റ നിൽപ്പിൽ അന്വേഷിക്കണം. വണ്ടി ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ. എല്ലാവരാണ് ഈ സ്വിഫ്റ്റ് ഡീസലിന് എന്താ മൈലേജ് കൊണ്ടാണ് ആൾക്കാർ നോക്കണത്? അല്ല, ഇത് മാരുതിയിൽ പൊതുവെ എന്താ പറയാ അത്യാവശ്യം നല്ല ക്ലിക്ക് ആയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള വണ്ടിയാണ്. അതായത് പണി കുറവാണ് അതുകൊണ്ടാണോ അതോ മൈലേജിന്റെ കാര്യത്തിലാണോ എന്താ പെർഫോമൻസിന്റെ കാര്യത്തിലാണോ? ഇത് മെയിൻ്റെനൻസ് വളരെ ചീപ്പാണ്. അതാണ്. പിന്നെ മൈലേജും ഉണ്ട്. അതാണ്. അപ്പൊ നമ്മുടെ അടുത്തുള്ള വണ്ടി 2015 മോഡലാണ്. സ്വിഫ്റ്റ് VDI ആണ് വരുന്നത്. ഇത് നമുക്ക് എത്ര ലോണൊക്കെ എങ്ങനെ കയറും? ഇത് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് ഗ്രേ കൊടുക്കാം. അപ്പൊ ഫുൾ ലോണില് ഡീസല് സ്വിഫ്റ്റ് നോക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് അല്ലേ. അപ്പൊ നമ്മള് വണ്ടി ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ള 1,50,000 കിലോമീറ്റർ ആണ്. ചെറിയ ഓട്ടാണ്. ഒറിജിനൽ കിലോമീറ്റർ. ഈ ഒറിജിനൽ കിലോമീറ്റർ കമ്പനി പോയാൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വണ്ടി നോക്കിയാൽ കാണാം. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 4,16,000 രൂപയാണ്. ഓഫർ പ്രൈസ് 4 ലക്ഷം രൂപ കൊടുക്കാം. ഓഫർ ആയിട്ട് കൊടുക്കാൻ പറയാൻ. അപ്പൊ 4 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. അപ്പൊ മക്കളെ നല്ല കിളിക്കുഞ്ഞ് ഡീസൽ ഷിഫ്റ്റിംഗ് ഒക്കെ നോക്കണോളിക്കൊക്കെ കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലെ. നേരെ കാർട്ടൻക്ക് പോന്നോളി. അടുത്ത് വരുമ്പോ വണ്ടി എർട്ടിഗ 2013 ZA ആണ്. ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. നമ്മളെ വണ്ടി 2,17,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ഓടിയാണ്. 2 ലക്ഷം ഓടിയ വണ്ടിയാണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഇനി നിലവിൽ വണ്ടി 1 ലാഖിലെ സർവീസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. മേജർ സർവീസ് വരുള്ളൂ. വണ്ടി തട്ടുമുട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ വണ്ടി ചെറിയ അപാധകളുണ്ട്. അത് നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിച്ച് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ആവശ്യക്കാരനെ വിളിക്കട്ടെ. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 4,25,000 രൂപയാണ്. അപ്പൊ ഇത് ലോൺ കയറോ? ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണിൽ എർട്ടിഗ നോക്കണവർക്ക് പറ്റൂല. നല്ല വണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും പോലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം വണ്ടി. അടുത്ത വരുന്നത് നല്ല അടിപൊളി പ്രിയോ 2012 മോഡൽ പ്രിയോ വരുന്നത്. വെറും 65 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫോട്ടോ പവറിന്റെ പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് അങ്ങനെയൊക്കെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം ഒരു 15 മൈലേജും കിട്ടും വണ്ടിക്ക്. 18 പറയുകയാണെങ്കിൽ നമുക്ക് 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു ഫുൾ ലോൺ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 2015 ഫുൾ ലോൺ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്നതല്ല 2,35,000 രൂപയാണ്. അതിൽ നമുക്ക് എന്ത് ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം കസ്റ്റമർക്ക്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി 2012 റിക്സ് ആണ്. VDIയിലാണ് നമ്മുടെ വണ്ടി ഇപ്പൊ നിലവിലുള്ളത്. 3ാമത്തെ ഓണർഷിപ്പാണ് നമ്മുടെ വണ്ടി ഇപ്പൊ വരുന്നത്. നേരത്തെ ഷിഫ്റ്റ് പറഞ്ഞ പോലെ തന്നെ റെഡ്സിലും ഡീസലും നോക്കുന്ന കുറെ VDIയിൽ അലവിൽ വരില്ല. പക്ഷെ നമ്മുടെ വണ്ടിക്ക് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലവിലൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2012 മോഡല് 3ാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1,59,000 കിലോമീറ്റർ വണ്ടി നമ്മളെ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത്. അപ്പൊ ഉൾഭാഗം കാര്യങ്ങളൊക്കെ വണ്ടി കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സീറ്റ് കവർ അതേപോലെ 4 വിൻഡോ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെക്കൻഡ് കീ അതേപോലെ മ്യൂസിക് സിസ്റ്റം
ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. അലോയും കാണിച്ചു കൊടുത്താ അത് വീഡിയോ, ഈ അലോയി ആണ് വീഡിയോ വരാത്ത അലോയാണ്. ഇത് എക്സ്ട്രാ കസ്റ്റമർ ചെയ്ത വണ്ടിയാണ്, ചെയ്ത അലോയിലാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള. ഇത് നമുക്ക് ഫുൾ ഓൺ കയറും. ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. 2,85,000 റുപ്യക്കും കൊടുക്കാം. 2,85,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അടുത്ത വീണ്ടും ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വാഗണർ ആണ്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലെ 2018 നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ അധികം ഞാൻ പോകുകയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ ആൻഡ്രോയിഡ് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഫുൾ ലോണിൽ കയറില്ലേ. ചിലപ്പോ നമുക്ക് ബ്രിയോക്ക് ഒരു 10-20 കൂട്ടേണ്ടി വരും. എന്നാലും വണ്ടിയില്ല ഫുൾ ലോൺ തന്നെ. നല്ല കസ്റ്റമർ ആണ് ഈ ഫുൾ ലോൺ കിട്ടുക. ഫുൾ ലോൺ പറയണേ. ചില കസ്റ്റമർ സിവിൽ മോശമാകുമ്പോഴാണ് ഈ ലോണ് ഇത്ര എമൗണ്ട് വരാത്തത്. അപ്പൊ നമുക്ക് 2018 VXi വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതും ഇതും നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് എത്ര രൂപ ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു 3,85,000 റുപ്യാണ് പെട്രോൾ വണ്ടി. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, മ്യൂസിക് സിസ്റ്റം, വണ്ടി ഉൾവശം കാണിച്ചു കൊടുക്കും. അതേപോലെ മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പൊ നമ്മൾ വണ്ടി നിലവിൽ ഓടിയത് 1,31,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ അടിപൊളി ഉള്ളിൽ പുതിയ മോഡലാണ്. നമ്മളെ ക്ലോസി ടൈപ്പ് ഉൾഭാഗമാണ്. നമ്മളെ സെറ്റിന്റെ ഭാഗം, അതേപോലെ പവറിന്റെ ഏരിയ ഒക്കെ ഗ്ലോസി ടൈപ്പ് വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിപ്പോ എത്ര രൂപ കൊടുക്കാം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3,85,000 റുപ്യക്കും ഫുൾ ലോൺ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത്. അപ്പൊ അടുത്തത് വന്നിട്ട് വീണ്ടും 2015 VXi ആണ്. പെട്രോളും കുറെ ആൾക്കാർ കസ്റ്റമർ ചോദിക്കുന്നത്. ഈ ഓട്ടം കമ്മിയുള്ള ടീമുണ്ട്, ഒരു പെട്രോൾ നല്ല വണ്ടി ഉണ്ടാവും, ഷിഫ്റ്റ് പെട്രോൾ നല്ല ഷിഫ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺലി വണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഫുൾ ഓൺലി നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺലി നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഈ വണ്ടി ഫുൾ ഓൺലി കൊടുക്കാം. അപ്പൊ നമ്മളെ വണ്ടി നിലവിൽ ഓടിയത് 1,46,000 കിലോമീറ്റർ ആണ്. VXi ആണ് നമ്മളെ വണ്ടി വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അതേപോലെ സെൻട്രൽ ലോക്ക്, സെക്കൻഡ് കീ എന്നൊക്കെ പോരാതിന് ഫുൾ ലോൺ. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 60,000 റുപ്യന്റെ ആക്സറീസ് ഈ വണ്ടിക്ക് പുറമെ കയറ്റിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, ഫാൻസി ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ബാക്ക് ലൈറ്റ് കാണിച്ചു കൊടുത്താം. ബാക്ക് ലൈറ്റും ഫാൻസി ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റിലുള്ള രണ്ട് ലൈറ്റ് ആണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഉൾഭാഗം ആയാലും പുറംഭാഗം ആയാലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 4,25,000 റുപ്യാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മളെ കസ്റ്റമർ എന്തെങ്കിലും കുറച്ച് കൊടുത്ത് ഫുൾ ഓൺ ആയിട്ട് നമുക്ക് ഈ വണ്ടി കസ്റ്റമർ പേരിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു വണ്ടിയാണ്. അപ്പൊ അടുത്ത വരുമ്പോ വീണ്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. 2013 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇതും ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ വണ്ടിന്റെ മോഡൽ 2013 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് പറഞ്ഞു. ഇത് നമുക്ക് എത്ര ലോണിൽ എത്ര കയറും? ആൾക്കാർക്ക് പൈമലാണ് നിൽക്കണേ. ലോണൊക്കെ ഫുൾ ലോൺ കയറും. ഫുൾ ലോണ് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ്. 2013 സിംഗിൾ ഓണർ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പുഷ്പട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് വണ്ടി ഇപ്പൊ ലോക്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ മിറർ ഹോൾഡ് ആയിട്ട് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. വണ്ടിയുടെ പുറഭാഗം ഇറങ്ങാൻ വണ്ടി ലോക്കാണ് ഇപ്പോൾ. അപ്പൊ ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന 3,85,000 റുപ്യാണ്. ലോണിലാണെങ്കിൽ ഫുൾ ലോൺ എടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ കസ്റ്റമർ അല്ല, എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പറയുന്ന റേറ്റ് അല്ല, എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. അപ്പൊ അടുത്ത വന്നിട്ട് 2011 വണ്ടി SS4. ഇപ്പൊ നമ്മളെ വണ്ടി നിലവിലുള്ള 4th ഓണർ ആണ്. നമ്മുടെ വണ്ടി ഓടിച്ചില്ല 1,30,000 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് 2,10,000 റുപ്യാണ്. ആ 2,10,000 റുപ്യക്ക് പുതിയ ഇൻഷൂർ എടുത്ത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 2,00,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. വീഡിയോ വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, 4 ടയർ, 100% അടുത്ത് 4 ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ പവർ സ്റ്റിയറിംഗ്, AC, അതേപോലെ 4 ടയർ ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ലൊരു വണ്ടിയാണ്. നമുക്ക് അടുത്ത വണ്ടി നോക്കാം. നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ശ്രദ്ധിക്കുക. നമുക്ക് ഇത് 1ാം പാർട്ടിലായിട്ട് ഈ വണ്ടി നിർത്താം. അടുത്ത പാർട്ട് നമുക്ക് ഈ വണ്ടി അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഈ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് 2 പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ലൊക്കേഷൻ നിലവിൽ വരുന്നത് മലപ്പുറം മഞ്ചേരി റോഡിൽ പാണായി എന്ന സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ. നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾ നോക്കിക്കോളി. നമ്മൾ എന്ത് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു തരും. വാട്സപ്പിൽ എന്ത് ഹായ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. ആവശ്യമുള്ള വണ്ടികളാണെങ്കിൽ
രണ്ട് മൂന്ന് വണ്ടി എന്നല്ലാതെ ബാക്കി എല്ലാ വണ്ടിയും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ അയച്ചു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണെങ്കിൽ വളരെ ഉപകാരം. ഏതാ വണ്ടി സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അയച്ചു. മറ്റേ ഒരുപാട് നമ്മളെന്താ വെച്ചാല് നമ്പർ പ്ലേറ്റ് ചില ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എത്രത്തോളം വണ്ടികളുണ്ട് അതെല്ലാം പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചോദിക്കണേ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഒന്നും പാടി സുഖമായി. അതെ, അതായത് വണ്ടിന്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിട്ടെടുക്കാം നമുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ വിളിച്ചോളി പോന്നോളി കൊണ്ടേക്കോളി.